ടിയാൻ വിക്രത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. സോ അദ്ദേഹത്തിൻ്റെ കുറച്ച് നല്ല അപ്ഡേറ്റുകൾ അടുത്ത സിനിമയെക്കുറിച്ചുള്ള വന്നിരുന്നു. വിക്രത്തിൻ്റെ റീസെൻ്റ്ലി റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമ തങ്കളനാണ്. നമ്മുടെ പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന സിനിമ. അതിൻ്റെ ഓൾറെഡി ടീസറും ട്രെയിലറൊക്കെ വന്നതാണ്. ഓൾറെഡി റിലീസ് ഡേറ്റും വന്നതാണ്. പിന്നീട് അങ്ങോട്ട് അത് പുഷ് ചെയ്ത് പോയി. ഞാനിപ്പോൾ അത് എപ്പോൾ റിലീസ് ചെയ്യുന്ന പറഞ്ഞിട്ടില്ല, ഇൻ സിനിമ സൂൺ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് അതിൻ്റെ ഒരു ട്രിബ്യൂട്ട് വീഡിയോ ആയിരുന്നു ഇന്നലെ ബർത്ത്ഡേ കൊണ്ട് പ്രമാണിച്ച് പുറത്തിറക്കിയത്. ആൻഡ് അത് വലിയ രസമുള്ളതായിട്ട് എനിക്ക് തോന്നില്ല. ഒരു മിനിറ്റിൽ താഴെയുള്ള കുഴപ്പമില്ല, നമ്മൾ ഓൾറെഡി ഇതിൽ കണ്ടതാണ്. അതേ ഷോർട്സ് തന്നെ എടുത്തിട്ട് മാത്രം ഇത് രാവിലെ ഇറക്കി. പക്ഷേ വൈകുന്നേരം ഇറക്കിയ അപ്ഡേറ്റിലാണ് എനിക്ക് എക്സൈറ്റഡ് ആയത്. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ അരുൺകുമാറിനെ വെച്ചിട്ടാണ്. സോ ആ ഡയറക്ടർ ഓൾറെഡി ചിത്ത ചെയ്തിട്ടുണ്ട്. നമ്മൾ സേതുപതി പോലെയുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. സേതുപതി ആയിരുന്നു തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ. ചിത്തയ്ക്ക് വേണ്ടത്ര റിസപ്ഷൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ് വാസ് എ വെരി ഗുഡ് ഫിലിം. സോ ആ ഒരു ഡയറക്ടറുടെ കയ്യിൽ നിന്ന് പുറത്തിറങ്ങുന്ന സിനിമ തന്നെ അതിൽ കാണിച്ചിട്ടുള്ള അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് അതൊക്കെയാണ് എനിക്ക് ഇഷ്ടമായത്. കാരണം ഈ സിനിമ ഓൾറെഡി ഒരു 4-5 മാസം മുമ്പേ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പക്ഷേ ഇതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു പടം വരുന്നുണ്ട്, അതിന് ഷൂട്ടിംഗ് തുടങ്ങുന്നുണ്ട്. അതിലൊരു ചാപ്റ്റർ 1 എന്ന് പറഞ്ഞൊരു പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ക്യാരക്ടർ ഉണ്ട്, അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കയറി എന്തോ ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ എന്തോ ഒരു വലിയ ഗ്യാങ്സ്റ്ററിനേക്കാൾ വലിയ ഗ്യാങ്സ്റ്റർ, അത് ഒരു തനി നാട്ടുമ്പുറത്തുകാരൻ, ഒരു പലചരക്കുകാരൻ നടത്തുന്ന ഒരാൾ വലിയൊരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു എങ്ങനെയുണ്ടാവും എന്നൊരു ആ ഒരു വലിയ ഓവർ ഷാഡോയിങ് സെറ്റപ്പ് വെച്ചിട്ടായിരുന്നു ആ ഒരു ചെറിയൊരു പ്രമോ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും പേരുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ഇറക്കിയ സാധനത്തിൽ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ, അതിൻ്റെ ഒരു ചാപ്റ്റർ 2 ആയിട്ടാണ് ഇന്നലെ ഒരു 3 മിനിറ്റിൻ്റെ ഒരു പ്രൊമോ വീഡിയോ. ഐ തിങ്ക് മൂവിയിൽ ഒരു ചിലപ്പോൾ സീനായിരിക്കും അത്. ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു പലചരക്ക് കടയിലുള്ള ഒരു അറ്റാക്ക്, അതിനെ അദ്ദേഹം ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നുള്ള കാര്യമായിരുന്നു ഇതിൽ കാണിച്ചത്. ആൻഡ് ഇറ്റ് വാസ് വെരി മാസ്. സോ ഒരു പ്രോപ്പർ കൊമേഴ്ഷ്യൽ മാസ് എൻ്റർടൈനറിനുള്ള എല്ലാം ഉണ്ട്. പക്ഷേ ഗ്രൗണ്ടഡ് ആയിട്ട് ഭയങ്കര റിയലിറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. ആൻഡ് ഇതിലെല്ലാത്തിലും ഉപരി ഇതിൻ്റെ പേരാണ്, ഇതിൻ്റെ ടൈറ്റിലാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. വീരധീര സൂരൻ പാർട്ട് 2. സോ സെക്കൻഡ് പാർട്ടായിട്ടൊരു സിനിമ, അല്ലെങ്കിൽ 2 പാർട്ട് മൂവിയുടെ സെക്കൻഡ് പാർട്ട് ആദ്യം ഇറക്കിയിട്ട് ബാക്കിയുള്ളത് എപ്പുറക്കൊന്നും അറിയില്ല എന്ന രീതിയിൽ ഇതിനു മുമ്പ് ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിലില്ല. കാരണം ഇപ്പോൾ പല സിനിമകളും അതിൻ്റെ ഫ്ലാഷ് ബാക്ക് പോലെ ഫസ്റ്റ് സിനിമ വർക്കൗട്ടായിട്ടും പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ കൈദി അടക്കം നമ്മൾ അതിന് കണ്ടിട്ടുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രസൻറ്റ് ലൈഫാണ്, പാസ്റ്റ് ലൈഫ് നമുക്കറിയില്ല എന്ന രീതിയിൽ ഓവർ ഷാഡോ ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചുള്ള ബാക്ക് സ്റ്റോറീസൊക്കെ ഇങ്ങനെ ഷാഡോയിങ് ചെയ്ത് വെച്ചിട്ട് കാണിക്കാറുണ്ട് പല സിനിമകളിലും. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബാഹുബലി അടക്കം അങ്ങനെയാണ്. പക്ഷേ ആസ് എ 2 പാർട്ട് മൂവി അതിൻ്റെ സെക്കൻഡ് പാർട്ട് ആദ്യം കാണിച്ച്, അല്ലെങ്കിൽ ആദ്യം റിലീസ് ചെയ്ത് ഫസ്റ്റ് പാർട്ട് ഇറക്കുക എന്നുള്ളത് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഐ തിങ്ക് ഇന്ത്യൻ സിനിമയിൽ എവിടെ അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. രക്തചരിത്രം അടക്കം അതൊക്കെ 2 പാർട്ട് മൂവിയാണ്. ഫസ്റ്റ് പാർട്ട് ഇറക്കിയത് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടിലുള്ള കണക്ഷനൊക്കെ ഫസ്റ്റ് പാർട്ടിൽ വെച്ചിട്ടുണ്ട്. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന സിനിമകളിൽ ഇത്തരത്തിൽ ആദ്യത്തെ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു 50-70% ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇതിൽ കാണിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ ഓക്കെ. പക്ഷേ 2 പാർട്ട് മൂവിയുടെ സെക്കൻഡ് പാർട്ട് ആദ്യം ഇറക്കിയിട്ട് ഫസ്റ്റ് പാർട്ട് ഇറക്കുക എന്ന് പറഞ്ഞത് ഐ തിങ്ക് അധികം കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ബില്ലയൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊന്നും അങ്ങനെയല്ല ഇറക്കിയിട്ടുള്ളത്. അതൊക്കെ പക്ക ആ ഒരു മൂവി മാത്രമായിട്ടാണ്. തന്നെ അതിൻ്റെ ബില്ല 2 എന്ന് പുറത്തിറക്കിയ സിനിമ ബില്ല 1 ആണ് ശരിക്കും. അതൊക്കെ ഓക്കെ, അതൊക്കെ വേറെ. പക്ഷേ ദിസ് ഈസ് എ 2 പാർട്ട് മൂവി. അതിനെ സെക്കൻഡ് പാർട്ട് ആദ്യം ഇറക്കിയിട്ട് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതാണ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഹൈ ആയിട്ട് തോന്നിയത്. ആ ഒരു സ്ട്രാറ്റജി തന്നെ അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്ട്രാറ്റജി തന്നെയാണെന്ന് തോന്നുന്നു. കാരണം അപ്പം തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. സാധാരണ സിനിമകൾ കാണുമ്പോൾ നമുക്ക് സിനിമയുടെ ഒരു പോർഷൻ എത്തുമ്പോഴായിരിക്കും ക്യൂരിയോസിറ്റി വരിക. ഇത് അങ്ങനെയല്ല. ഓൾറെഡി എന്തോ ഒരു വലിയ സംഭവം ഉണ്ട്, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ കാണാൻ പോകുന്നതെന്നൊരു മൈൻഡോടെ നമ്മൾ കയറുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ വെറൈറ്റി അപ്രോച്ച്. അങ്ങനെ ഒരു ട്രൈ നടത്തി തന്നെ നല്ലത്. കാരണം ഇപ്പോൾ തമിഴ് സിനിമയൊക്കെ വളരെ മോശം അവസ്ഥയിൽ കൂടെയാണ് എനിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി നല്ല ഡയറക്ടേഴ്സ് വന്ന് ഒരു പാറ്റേണെ തന്നെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇനി അങ്ങോട്ട് തമിഴ് സിനിമയ്ക്ക് രക്ഷയുള്ളൂ എന്ന് തോന്നുന്നത്. സോ എനിക്ക് ഈ കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇതിൻ്റെ റിലീസ് ഡേറ്റിനെ കുറിച്ചോ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവർ ഇത്ര ചാപ്റ്റർ വൈസ് ആയിട്ട് ഇത്ര ലെങ്ത് ആയിട്ട് പോലും ഇതിൻ്റെ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഈ സിനിമയുടെ പ്രൊമോഷൻ നടത്തുന്നത് വളരെ നല്ല സ്ട്രാറ്റജിയാണ്. സോ ഈ 2 അപ്ഡേറ്റുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതാണ്. തങ്കളെന്ന സിനിമ ഓൾറെഡി ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പ്രതീക്ഷയുള്ള സിനിമയാണെങ്കിലും അപ്ഡേറ്റ് വെച്ച് ഇന്നലത്തെ ഇറക്കി വെച്ചത് ഏറ്റവും അധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഈ ഒരു സെക്കൻഡ് പാർട്ട് എന്ന ഒരു സംഭവമാണ്. സോ ഇത് കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.